ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുമ മിസ് ആണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 3ാം ക്ലാസ്സിൽ നിന്ന് 4ാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ലെ എല്ലാവരും നന്നായിട്ട് തയ്യാറെടുപ്പുണ്ട് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആനുവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടുപേരുടെ ഭക്ഷണമാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാജു കഴിക്കുന്ന ഭക്ഷണവും ഗോപു കഴിക്കുന്ന ഭക്ഷണവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, among the food habits of 2 kids who may get affected with the diseases due to food habit. രണ്ടുപേരുടെയും ഭക്ഷണശീലങ്ങൾ അനുസരിച്ച് രോഗം പിടിപെടാൻ കൂടുതൽ സാധ്യത ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും ഫുഡ് നോക്കിക്കേ നിങ്ങൾ. രാജുവിന്റെ ഭക്ഷണത്തിൽ എന്തൊക്കെയാ ഉള്ളത്? നല്ലപോലെ പച്ചക്കറികൾ കഴിക്കുന്നുണ്ട്, നല്ലതുപോലെ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നുണ്ട് അല്ലെ. അതേസമയം ഗോപുവിന്റെ ഭക്ഷണത്തിൽ എന്തൊക്കെയാ കാണുന്നത്? ഗോപു കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെ, നോക്കിക്കേ നിങ്ങൾ, വളരെയധികം ഫാസ്റ്റ് ഫുഡാണ് ഗോപു കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അല്ലെ പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അല്ലെ, നമുക്ക് വേണ്ട ശരീരത്തിന് ഒരുപാട് പോഷകഘടകങ്ങളുണ്ട്. ഈ പോഷകഘടകങ്ങൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. മാത്രമല്ല, ശരീരത്തിനകത്ത് ഫാറ്റ് ഡെപ്പോസിഷൻ കൂടി നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും കാരണമാവുന്നുണ്ട്. ഹോട്ടലിലെ ഫുഡ് അധികമായിട്ട് കഴിക്കുമ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന കൃത്രിമമായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെ, ഈ കൂട്ടത്തിൽ ആർക്കാണ് ദോഷം ആയിട്ട്, അതായത് ആഹാരം കഴിക്കുന്നത് ദോഷമായിട്ട് ബാധിക്കാൻ സാധ്യത? അത് ഗോപുവിന് തന്നെയാണ് അല്ലെ. പൊണ്ണത്തടി, അതുപോലെ തന്നെ കിതപ്പ്, ഇങ്ങനെയുള്ള പല രോഗങ്ങളും നമ്മുടെ ഗോപുവിന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫുഡ് ഹാബിറ്റ്സ് വേണം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനെ എന്തുകൊണ്ടും എന്ത് ചെയ്യും? മോശമായിട്ട് ബാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും അല്ലെ ഒരുപാട് പഠനത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ്. അപ്പൊ നിങ്ങൾ 3ൽ നിന്ന് 4ലേക്ക് പോകുന്ന സമയത്ത് അല്ലെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സൈലത്തിലെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. പ്രാണ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പൊ 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായിട്ട് 10% ഓഫറിനോടൊപ്പം തന്നെ അല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് വാച്ചും എന്ത് ചെയ്യുന്നുണ്ട്? സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ആ കാര്യം കൂടെ മറന്നു പോകണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നല്ല ഭക്ഷണശീലങ്ങൾ എഴുതുക എന്നുള്ളതാണ്. നല്ല ഭക്ഷണശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല ഭക്ഷണങ്ങളുടെ ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, അവോയ്ഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ് ഉണ്ട്, ഡോണ്ട് വേസ്റ്റ് ഫുഡ് ഉണ്ട്, അവോയ്ഡ് ടോക്കിംഗ് വൈ ഈറ്റിംഗ് അല്ലെ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ ആഹാരം കുടുങ്ങാൻ സാധ്യതയുണ്ട്. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ് അല്ലെ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഒക്കെ നന്നായിട്ട് കൈകൾ വൃത്തിയാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അല്ലെ നല്ലതുപോലെ വെള്ളം കുടിക്കാനും എല്ലാ കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം കൂടെ കൂട്ടുകാർ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? സൈലത്തിനോടൊപ്പം പഠിക്കാം. അപ്പൊ ഇന്ന് നമുക്ക് മെഗാ മാരത്തോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നല്ലതുപോലെ ക്ലാസ്സിലേക്ക് വരിക, ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. ബൈ.